ഒരു സൂപ്പർ ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന്. അത് ഉഴുന്നോ അല്ലെങ്കിൽ ഉലുവയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ കണ്ട് ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അല്ലെങ്കിൽ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാലപ്പം പോലെ അല്ലെ ദോശയായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അത് തയ്യാറാക്കുന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചവ്വരി, സാബുദാന സാഗം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഉരുണ്ട വെളുത്ത് നല്ല ഉണ്ടുമണി പോലെ ഇരിക്കുന്ന ധാന്യം, അതെല്ലാം അര ഗ്ലാസ് എടുത്ത് നമുക്ക് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുഴുക്കലരി ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും മതി, ദോശ റൈസ് എടുത്താലും മതിയാവും. ഇതിനി നന്നായിട്ടൊന്ന് കഴുകി ഒരു 5 മണിക്കൂറിൽ കുറയാതെ കുതിരാനായിട്ട് വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അരിയും ചവ്വരിയൊക്കെ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരയ്ക്കാനായിട്ട് തുടങ്ങാം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചാലും മതിയാവും. ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നല്ല മയത്തിലിത് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ അരച്ച് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചവരിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല കളറായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്ന അപ്പത്തിനൊക്കെ. നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ഓവർനൈറ്റ് ഇത് പുളിക്കാനായിട്ട് വയ്ക്കണം. രാവിലെ നമുക്ക് അരച്ച് വെച്ച മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർക്കുന്ന പോലെ അങ്ങനെ വല്ലാതെ പൊങ്ങി വരുമൊന്നുമില്ല. പക്ഷെ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവൊക്കെ. ഈ പാകത്തിലിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ദോശയായിട്ട് അപ്പമായിട്ടൊക്കെ ചുട്ടെടുക്കാം. ദോശക്കല്ല് അടുപ്പിൽ വെച്ച് കല്ല് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നില്ല ആദ്യം. അല്ലെങ്കിൽ ഇരുമ്പ് ദോശക്കല്ലൊക്കെ ആണെങ്കിൽ നെയ്യൊക്കെ തേച്ച് കൊടുക്കുക, എണ്ണയോ നെയ്യോ ഒക്കെ. കണ്ടില്ലേ, മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പം നല്ല ഹോൾസൊക്കെ വന്നിരിക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഒരു സൈഡ് തീ അല്പം കുറച്ച് വയ്ക്കണം നമ്മൾ ഒഴിച്ചതിന് ശേഷം. 2 സൈഡ് വേണമെങ്കിൽ നമുക്ക് ഇത് ഒരു വിധമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സൈഡും മൂപ്പിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സൈഡ് ഇതിന് കുക്ക് ചെയ്യുന്നുള്ളൂ. ഒരു വിധം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് തേച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതിയാവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഇതുപോലെ, അല്ല ബ്രെഡ് പോലെയുണ്ട് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തയ്യാറാക്കാം. അതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവൊക്കെ ദോശ ഉണ്ടാക്കാം. ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് എടുക്കാം. അധികം നിരത്തണമെന്നില്ല. നല്ല അപ്പം ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ആ ഒരു പാകത്തിന് മാവ് ഒഴിച്ചാൽ മതിയാവും. ഹോൾസ് വന്നു തുടങ്ങിയപ്പോൾ തന്നെ. അതിനുശേഷം നമുക്ക് ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് അപ്പച്ചട്ടിക്കകത്തൊരു തവി ഒഴിച്ച് നമുക്ക് പാലപ്പം പോലെ ചുട്ടെടുക്കാം. ഒന്ന്
ചുറ്റിച്ച് നമുക്കിത് അടച്ച് വെച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല ലേസ് പോലെയുള്ള അപ്പം തയ്യാറാക്കാം. ഒന്നുകൂടെ ആകാനുണ്ട്, നമുക്കൊന്നുകൂടെ അടച്ച് വയ്ക്കാം അത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അത്ര സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയോ അല്ലെ അപ്പമായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടറ്റോ കറിയോ അല്ലെങ്കിൽ ചട്നിയൊക്കെ സാധാരണ പോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാലപ്പവും തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ പാലപ്പം അല്ലേ? ഈസ്റ്റും ഇല്ല, നമ്മളൊന്നും ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എത്ര സോഫ്റ്റാണത്.